Hi dear students, the question we are having today is how is the drift velocity in a conductor affected with the rising temperature? അതായത് ഒരു കണ്ടക്ടറിലെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഒരു കണ്ടക്ടറിലെ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ളിലെ ഇലക്ട്രോൺസ് എല്ലാം ഒരു റാൻഡം മോഷൻ ആയിരിക്കും. റാൻഡം മോഷൻ ഇവർ മൂവ് ചെയ്യുന്നത് ഒരു വളരെ വലിയ ഹൈ വെലോസിറ്റിയിലാണ്. ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്നത് തെർമൽ വെലോസിറ്റി എന്നാണ്. നമ്മളൊരു ബാറ്ററി ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കണ്ടക്ടറിനുള്ളിലെ ഫ്രീ ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഈ ഫ്രീ ഇലക്ട്രോൺസിന് ഒരു ആക്സലറേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്യപ്പെട്ട് ഈ ഫ്രീ ഇലക്ട്രോൺസിന് ഉണ്ടാകുന്ന ഒരു വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ടെമ്പറേച്ചർ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. വി ഡി, അതായത് വി ഡി എന്ന് പറയുന്ന സിമ്പിൾ വെച്ചാണ് അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. വെക്ടർ വി ഡി ഈക്വൽ ടു മൈനസ് ഇ ടോ ബൈ എം. ഇതിലെ സ്മോൾ ലെറ്റർ ഇ ചാർജ് ഓഫ് ദി ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ലെറ്റർ ഇ ഇലക്ട്രിക് ഫീൽഡ് ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി റിലാക്സേഷൻ ടൈം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തെങ്കിൽ കൂടി ഫ്രീ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കണ്ടക്ടറിനുള്ളിൽ മൂവ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഈസി ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിന് കൊളീഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ഫ്രീ ഇലക്ട്രോൺസ് മറ്റ് ഫ്രീ ഇലക്ട്രോൺസുമായിട്ടും മെറ്റൽ ആറ്റമായിട്ടും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി ആറ്റംസുമായിട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ദ ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ആണ്. രണ്ട് കൊളീഷൻ ഇടയിലുള്ള ടൈം ഗ്യാപ്പ്. ഇത് ആക്ച്വലി ഒരു ആവറേജ് വാല്യൂ ആണ്, ആവറേജ് ടൈം ഇന്റർവൽ ആണ്. കാരണം ഒരു കണ്ടക്ടറിനുള്ളിലെ മില്യൺസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസിന് ഇങ്ങനെ കൊളീഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരു ആവറേജ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഈസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിലാക്സേഷൻ ടൈമിൽ എന്ത് ചേഞ്ച് ചെയ്ത് വരുന്നു എന്ന് നമ്മൾ നോക്കിയാൽ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്ത് ചേഞ്ച് വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ, അതായത് ഒരു കണ്ടക്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവൻ ഈ ഫ്രീ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് അവരുടെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് കൊണ്ട് ഫ്രീ ഇലക്ട്രോൺസിന്റെ അവറേജ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അതായത് അവർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. അവർ കൂടുതൽ കൊളീഷൻ ഉണ്ടാക്കുകയും ടൈം ഇന്റർവൽ ബിറ്റ്വീൻ ഈ സക്സസീവ് കൊളീഷൻ കുറയുകയും ചെയ്യും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ ടൈം കുറയുന്നു. ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം ആണ്. ടെമ്പറേച്ചർ കൂടിയപ്പോൾ റിലാക്സേഷൻ ടൈം കുറഞ്ഞെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കുറയുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് ഇവിടെ നിർത്താം. അതായത് as the temperature increases, drift velocity of free electrons in a conductor decreases. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. Okay dear students, thank you.